പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് ഇന്നലെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടത്. അതിൽ ഒരു പൈലറ്റിനെ, ഒരു വൈമാനികനെ കാണാനില്ലാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാളെ കണ്ടെത്തി എന്നുള്ള വിവരം അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ചോ മറ്റു വിവരങ്ങൾ സംബന്ധിച്ചോ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും പങ്കുവെക്കുന്നില്ല. സെക്കൻഡ് US ക്രൂ മെമ്പർ ഫ്രം ഡൗൺഡ് F-15 ജെറ്റ് റിക്കവേർഡ് ഫ്രം ഇറാൻ സെയ്സ് റിപ്പോർട്ട് US ഇറാൻ വാർ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒരു വലിയ പോരാട്ടം ഇതിനായി അമേരിക്ക നടത്തിയെന്നുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട്. വിശദമായി തന്നെ ഈ വാർത്ത പങ്കുവെക്കും. ആദ്യം തലക്കെട്ടുകളിലേക്ക്. അമേരിക്കയുടെ ചങ്കിടിപ്പ് കുറയുന്നു. വെടിവെച്ചിട്ട വിമാനത്തിലെ വൈമാനികനെ കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. യുദ്ധത്തിന്റെ ഗതി മാറ്റിയേക്കാമെന്ന് ഉള്ള നിരീക്ഷണങ്ങൾക്കിടെയാണ് വൈമാനികനെ കണ്ടെത്തിയത് വലിയ പോരാട്ടത്തിന് ശേഷമെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ. ട്രംപിന്റെ 48 മണിക്കൂർ സമയപരിധി നാളെ തീരും. നരകം പെയ്തിറങ്ങുമെന്ന ഇറാന് അന്ത്യശാസനം. ഭീഷണി ബോംബിട്ട് ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന ഇതിന് പിന്നാലെ GCC രാജ്യങ്ങളിൽ റേഡിയോ ആക്റ്റീവ് മലിനീകരണ മുന്നറിയിപ്പ് നൽകി ഇറാൻ. നടപടി ആണവ നിലയമായ ബുഷഹർ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചതിന് പിന്നാലെ ആണവ ചോർച്ച ഉണ്ടാകാനിടയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. UAEയിൽ ജനങ്ങൾക്ക് മിസൈൽ ആക്രമണ മുന്നറിയിപ്പ്. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ഇന്ന് ഈസ്റ്റർ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ. ഐക്യം വളർത്താൻ ആഹ്വാനവുമായി സഭാധ്യക്ഷന്മാർ. ഒരു വോട്ടും പാഴാക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് മാർ ക്ലിമിസ്. കോഴിക്കോട് കുന്നമംഗലത്തെ സ്ഫോടനത്തിൽ പ്രതി വിഷ്ണു കസ്റ്റഡിയിൽ. മനഃപൂർവ്വമുള്ള നരഹത്യ കേസ്. വീട്ടിൽ സൂക്ഷിച്ച പടക്കം പൊട്ടിത്തെറിച്ച് മരിച്ചത് 2 പേർ. സമീപത്തെ വീടുകൾക്കും കേടുപാട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റും മുമ്പ് കാണാനുള്ള അവസരം മുഖ്യമന്ത്രി നിഷേധിച്ചുവെന്ന് മുൻ ചെയർമാൻ പ്രേംകുമാർ. പുറത്തു പോകേണ്ടി വന്നത് അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഓഫീസിലുള്ളവരെ കാണാൻ പോലും അനുവദിച്ചില്ലെന്ന് പ്രേംകുമാർ ന്യൂസ് 18നോട്. രണ്ട് US വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതിലെ ഒരു വൈമാനികനെ കാണാതായ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ നീക്കം ഉണ്ടായത്. ഇറാന്റെ ശേഷി പൂർണ്ണമായും തകർത്തുവെന്ന അവകാശവാദങ്ങൾക്കിടെയാണ് ഇത്തരം പോർ വിമാനങ്ങൾ വീഴുകയും നമുക്കറിയാം, ആദ്യമായാണ് ഇത്തരത്തിൽ പോർ വിമാനങ്ങൾ ഇറാന്റെ മണ്ണിൽ വെടിവെച്ചിടാൻ അവർക്ക് സാധിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. F-15 ഈ വിമാനവും വാട്ട് ഹോഗ് A-10 വിമാനവും തകർന്നെന്നും ഹെലികോപ്റ്ററുകൾ ആക്രമിക്കപ്പെട്ടതുമായുള്ള വാർത്തകൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുന്ന പശ്ചാത്തലമുണ്ട്. 24 മണിക്കൂറിനുള്ളിലാണ് ഈ 2 വിമാനങ്ങളും ഇറാൻ അതിർത്തിക്കുള്ളിൽ വെടിവെച്ചിടുകയും മറ്റും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായത്. ഇറാന്റെ മണ്ണിൽ US സേനാ വിമാനം തകരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായാണ്. ഇതിൽ ഒരു വൈമാനികനെ US സ്പെഷ്യൽ ഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തുകയുണ്ടായി. മറ്റേ ആൾക്കായി തെരച്ചിൽ തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 2ാമത്തെ പൈലറ്റിനെയും കണ്ടെത്താനായി എന്നുള്ളതാണ്. ഇറാൻ ഈ പൈലറ്റിനെ കണ്ടെത്തുന്നതിനും മറ്റും ഏതാണ്ട് $66 ലക്ഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം ഇറാൻ പറഞ്ഞത് അമേരിക്കക്കാരെ കണ്ടാൽ ഉടൻ വെടിവെക്കുക എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ രണ്ടാമത് ഇത്തരമൊരു നിലപാടിലേക്ക് വന്നതോടുകൂടി ഈ പൈലറ്റിനെ വെച്ച് വിലപേശാനുള്ള യുദ്ധതന്ത്രം തിരിക്കാനുള്ള ശ്രമമാണോ എന്നുള്ള വിവരങ്ങളൊക്കെ, അത്തരം ആശങ്കകളൊക്കെ അമേരിക്ക പങ്കുവെക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ അടക്കം ആയുധങ്ങളുമായി തിരച്ചിലിറങ്ങുന്നതിനിടയിലാണ് ഈ പൈലറ്റിനെ കണ്ടെത്താനായി എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. തെക്ക് പടിഞ്ഞാറൻ
മേഖലയിൽ റവല്യൂഷണറി ഗാർഡ് അടക്കം തിരച്ചിൽ ശക്തമായി തുടരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഏതായാലും ഏറ്റവും പുതിയ വിവരം ഇതുതന്നെയാണ്. ഈ പൈലറ്റിനെ കണ്ടെത്താനായി. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് ആശ്വാസകരമാണ്. പക്ഷേ ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തിറങ്ങുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് വിനോദിലേക്ക് ഒന്ന് പോകണം. വിനോദ്, ഒരുപക്ഷെ നേരത്തെയും ഇത്തരം വിലപേശൽ തന്ത്രങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പൈലറ്റിനെ കിട്ടിയിരുന്നെങ്കിൽ ഇയാളെ വെച്ച് വിലപേശി യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോലും ഒരുപക്ഷെ ഇറാന് സാധിക്കുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല എന്നുള്ളത് നിർണായകമാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടാമത്തെ പൈലറ്റിനെയും കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ വിവരം പുറത്തു വരുന്നുണ്ട്. 2 വിമാനങ്ങളാണ് തകർന്നു വീണത്. ഇതിൽ ആദ്യത്തെ പൈലറ്റിനെ നേരത്തെ തന്നെ അമേരിക്കൻ സൈന്യം രക്ഷിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പൈലറ്റിനെ കൂടി അമേരിക്കൻ സേന കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ചില മാധ്യമങ്ങൾ, അൽ ജസീറ ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ വരാനുണ്ട്. ഇറാനുമായി വലിയ ഒരു വാർ ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കടുത്ത യുദ്ധം തന്നെ അല്ലെങ്കിൽ കടുത്ത പോരാട്ടം വേണ്ടി വന്നു ഈ കണ്ടെത്തലിന് വേണ്ടി എന്നതാണ്. കണ്ടെത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും നമുക്കറിയാം, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പൈലറ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടി 2 രാജ്യവും അഹോരാത്ര പ്രവർത്തനമാണ് നടത്തിയത്. അമേരിക്കയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു, പൈലറ്റിൻ്റെ ജീവൻ വെച്ച് വിലപേശിയാൽ ഇറാനെ തീർക്കും എന്ന തരത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ അവരുടെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നു. എന്നാൽ ഇറാൻ വലിയ സമ്മാന തുകയാണ് മുന്നോട്ട് വെച്ചത്. ഏതാണ്ട് ഇന്ത്യൻ രൂപ 62 ലക്ഷം രൂപ ഈ പൈലറ്റിനെ കണ്ടെത്തുന്ന ആളിന് നൽകും. ആദ്യം ജീവനോടെയോ അല്ലാതെയോ എന്ന ഒരു അറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇറാൻ മാധ്യമം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ അതിൽ മാറ്റം വരുത്തി, ജീവനോടെ കണ്ടെത്തണം, അതിനാണ് ഒരു താല്പര്യം എന്ന നിലയ്ക്കുള്ള ഒരു അറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നു. തീർച്ചയായും നമുക്കറിയാം, അങ്ങനെ ജീവനോടെ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈലറ്റിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കുക, വിശദമായി ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ വലിയ പീഡനങ്ങൾക്ക്, വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ വലിയ പീഡനങ്ങൾക്ക് വിധേയമാക്കുക, ഇതെല്ലാം തന്നെ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അത്തരമൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഉണ്ടായതും. ഇപ്പോൾ ഹോർമൂസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു അമേരിക്കൻ പൈലറ്റിൻ്റെ ജീവൻ്റെ പേരിൽ ഇരു രാജ്യങ്ങളും വീണ്ടും ഈ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന നിലയിലേക്ക് പോയിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് തിരച്ചിൽ ദുഷ്കരമായിരുന്നു. കാരണം കുവൈറ്റിൻ്റെ ഭാഗത്താണ് പൈലറ്റ് പറന്നിറങ്ങിയത്. കാരണം ഈ വിമാനത്തിന് അപകടം ഉണ്ടാകുമ്പോൾ തന്നെ പൈലറ്റ് അതിൽ നിന്ന് ഇജക്റ്റ് ആയിരുന്നു. അത് പുറത്തേക്ക് പൈലറ്റ് പാരച്യൂട്ടിൽ പുറത്തേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ അത് ഇറാഖ് ടെലിവിഷനാണ് പുറത്തുവിട്ടത്. ഇറാഖിലുള്ള മാധ്യമങ്ങളാണ് ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങളാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. ഇറാഖുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്. ആദ്യമായാണ് ഇറാൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു F-15 വിമാനം വീഴുമ്പോൾ, അല്ലെങ്കിൽ തണ്ടർബോൾട്ട് എന്ന അവരുടെ ഏറ്റവും അഭിമാനകരമായ യുദ്ധവിമാനം, 2 വിമാനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാൻ്റെ മണ്ണിൽ വീഴുമ്പോൾ നേരത്തെ അത് ഇറാഖുമായി യുദ്ധമുണ്ടായിരുന്നപ്പോഴാണ് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം അവിടെ തകർക്കാൻ ഇറാഖ് സേനയ്ക്ക് കഴിഞ്ഞത് എന്നൊരു കാര്യമുണ്ട്. അതിനുശേഷം ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ അമേരിക്കയുടെ വിമാനം തകർന്നു വീഴുന്നത്, അല്ലെങ്കിൽ തകർക്കുന്നത്, ശത്രു സൈന്യം തകർക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഇത് അഭിമാനക്ഷതമുണ്ടാക്കിയ ഒരു കാര്യമാണ്. മാത്രമല്ല, നേരത്തെ കുവൈറ്റിൽ 2 വിമാനങ്ങൾ തകർന്നു വീണിരുന്നു. അന്ന് അമേരിക്ക വിശദീകരണമായി നൽകിയത് അത് കുവൈറ്റ് സൈന്യത്തിൻ്റെ തെറ്റായ ഒരു പ്രഹരമായിരുന്നു എന്നതാണ്. ശത്രു വിമാനമെന്ന് കരുതി കുവൈറ്റ് സേന ആ വിമാനത്തെ തകർത്തതാണ് എന്ന വിവരമാണ് വന്നത്. പക്ഷേ അപ്പോഴും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവകാശവാദമുണ്ടായിരുന്നു, തങ്ങളാണ് ആ വിമാനം വീഴ്ത്തിയതെന്ന. ഇപ്പോൾ ഈ പൈലറ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അമേരിക്കൻ സേനയുടെ തിരച്ചിലുണ്ടായിരുന്നു. 2 ഹെലികോപ്റ്ററുകൾ ഇറാൻ സേന വെടിവെച്ചു. അതിൽ കേടുപാടുകൾ പറ്റിയെന്ന വിവരങ്ങൾ വന്നിരുന്നു. അത് തകർന്നു വീണില്ല, പക്ഷേ ആ ഹെലികോപ്റ്ററുകൾക്ക് നേരെ വെടിവയ്പുണ്ടായി എന്ന ചില വിവരങ്ങളും. തീർച്ചയായും അത് വിനോദ്, നമ്മൾ നേരത്തെ ഈ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഈ പൈലറ്റിനെ ഇറാന്റെ കയ്യിൽ കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെയും സമാനമായ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വിലപേശലിനായി ഈ പൈലറ്റിനെ ഒരു പക്ഷേ ഉപയോഗിച്ചേക്കാം എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത് നേരത്തെയും ഇറാൻ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്ക ആശങ്കയിലാക്കിയത്. കാരണം യുദ്ധം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് എത്തിക്കാനോ ഒരുപക്ഷെ അമേരിക്കയെ പ്രേരിപ്പിക്കാവുന്ന ഒരു സംഗതിയായി ഇത് മാറിയേനേയും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും അത് ഒഴിവായി എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവും ആശ്വാസകരവുമായ കാര്യമായിരിക്കുന്നത്. പക്ഷേ ഈ പൈലറ്റിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചോ എവിടെ നിന്നാണ് ഇയാളെ കിട്ടിയത് സംബന്ധിച്ചോ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ലല്ലോ വിനോദ്. ഒപ്പം ഇറാൻ്റെ മണ്ണിൽ കയറിയാണ് അമേരിക്കയുടെ സേന ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ തിരച്ചിലും മറ്റും നടത്തുകയും ഇയാളെ കണ്ടെത്തുകയും മറ്റും ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ?
രഞ്ജിത്ത്, ഏറ്റവും സുപ്രധാനമായ ഒരു വിവരമാണ്. കാരണം ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു, വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അതുണ്ടാകാതെ യുദ്ധം തുടരുകയാണ്. ഇതിനിടയിലാണ് ഈ 2 വിമാനങ്ങൾ തകർന്നു വീണത്. അത് ഇതുവരെ അമേരിക്ക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇറാൻ്റെ ആക്രമണത്തിലാണ് ഈ വിമാനങ്ങൾ വീണതെന്ന്. പക്ഷേ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ 2 വിമാനങ്ങളും വീഴ്ത്തിയത് ഇറാൻ തന്നെ എന്നതിൽ സംശയമില്ല. മാത്രമല്ല, ഈ രണ്ടാമത്തെ പൈലറ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ഇരു രാജ്യങ്ങളും പോയത്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് വിമാനം വീണു എന്നത് വലിയ ക്ഷതം. എന്നതിനപ്പുറത്തേക്ക് പൈലറ്റിനെ ഇറാൻ പിടികൂടിയാൽ പിന്നീട് ഒരുപക്ഷെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആ പൈലറ്റിന് നേരെ എന്തെല്ലാം നടപടികളുണ്ടാകും എന്നത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു സേനാ രീതി അനുസരിച്ചൊക്കെ അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, വിവരങ്ങൾ ചോരുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിമാനങ്ങൾ പറന്നെത്തുന്ന സ്ഥലം, അത് മറ്റ് ഈ F-15 പോലുള്ള മറ്റ് വിമാനങ്ങൾ കൂടിയുണ്ട്. ഇതേ ഗണത്തിൽപ്പെട്ട വിമാനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ A-10 തണ്ടർബോൾട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതോടൊപ്പം തകർന്ന മറ്റൊരു വിമാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ, നമുക്കറിയാം ഇറാനിലേക്ക് തീർച്ചയായും ഇങ്ങനെയുള്ള വിമാനങ്ങൾ പറന്നു വരുന്നത് വിമാനവാഹിനി കപ്പലുകളിൽ നിന്നാകും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമേരിക്കയെ ഇപ്പോൾ പോലും ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഈ സബ്മറൈനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇറാൻ്റെ നാവികസേനയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ശേഷി, അതിൻ്റെ ഒരു കണക്ക് അമേരിക്കയുടെ പക്കലില്ല എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. അതാണ് അമേരിക്ക ആശങ്കയുണ്ടാക്കുന്നത്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച മജീദ് യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചാണ് ഈ ഡ്രോണുകളെയും ഇത്തരം വിമാനങ്ങളെയും ഒക്കെ ഇറാൻ അടിച്ചിട്ടത് എന്നുള്ള വിവരം കൂടിയാണ്. അത് നമുക്കറിയാം, മജീദ് വ്യോമവേധ മിസൈൽ ഉപയോഗിച്ചാണ് എന്നുള്ള കണ്ടെത്തൽ പ്രധാനമാണ്. അത്യാധുനികമായ അമേരിക്കൻ മിസൈലുകളെയും ഡ്രോണുകളെയും ഇത്ര വേഗത്തിൽ തകർക്കാൻ ഇറാന് സാധിച്ചു എന്നുള്ളത് അമേരിക്കയെ അടക്കമുള്ള ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത് കരുത്തായി മാറുകയാണ് ഇറാന് ഈ മജീദ് മിസൈലുകൾ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2021 ഈ മജീദ് മിസൈലുകൾ ഇറാൻ സേനയുടെ ഭാഗമായത്. താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ മജീദ് മിസൈലുകൾ. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചത് മുതൽ MQ-9, ഹെറോൺ തുടങ്ങിയ അത്യാധുനിക ഡ്രോണുകളെയും ഹൈ വാല്യൂ UAVകളെയും തകർക്കാൻ ഇറാന്റെ ഈ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ്. റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിക്കാത്ത പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ വിമാനങ്ങളിലെയും ഡ്രോണുകളിലെയും വാർണിംഗ് റിസീവറുകൾക്ക് ഈ മിസൈലുകളെ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ ലക്ഷ്യങ്ങളെ എളുപ്പത്തിൽ വെടിവെച്ചിടാൻ സാധിക്കുന്ന സിസ്റ്റത്തിന് 8 കിലോമീറ്റർ ദൂരപരിധിയും 6 കിലോമീറ്റർ ഉയരപരിധിയുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്ന ഇത്തരം വിവരങ്ങൾ, ഇറാൻ യുദ്ധത്തിൻ്റെ ഓരോ വിവരങ്ങളും, യുദ്ധം പുരോഗമിക്കുന്തോറും ഇറാന്റെ പക്കലുള്ള പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് അമേരിക്കയും ഇപ്പോൾ അറിയുകയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിമാനങ്ങളും റഡാറുകളിൽ നിന്നുമൊക്കെയുള്ള ചൂട് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ മജീദ് മിസൈൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത് അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പോലും, F-35 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പോലും ഈ മജീദ് മിസൈലുകൾ ഭീഷണിയാണ് എന്നുള്ളത് അമേരിക്കയുടെ ചങ്കിടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, റഷ്യയുടെ സഹായം ഇറാനുണ്ട്, ഒപ്പം ചൈനയുടെ സഹായം ഇറാനുണ്ട്. അതിനൊപ്പമാണ് പ്രാദേശികമായി നിർമ്മിച്ച ഈ മിസൈലുകൾ വലിയ തോതിൽ ഇറാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് ഗൾഫിലേക്ക് അണുവികിരണം ഉണ്ടാകുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പാണ്. റഷ്യയുടെ സഹായത്തോടെ ഇറാൻ നിർമ്മിച്ച ബുഷഹർ ആണവ നിലയത്തിൽ ശനിയാഴ്ച US-ഉം ഇസ്രായേലും വലിയ ആക്രമണം നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ടായിരുന്നു. ഈ ആണവ ദുരന്തം മേഖലയെ വിനാശകരമായ അവസ്ഥയിലെത്തിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ UN-ന് കത്തയച്ചിരിക്കുകയാണ് ഇറാൻ എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി മേഖലയെ മുഴുവൻ ആണവ വികിരണ ഭീഷണിയിലാക്കുന്ന അസഹനീയമായ സാഹചര്യം അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുക GCC രാജ്യങ്ങളെ ആയിരിക്കും. റേഡിയോ ആക്റ്റീവ് മലിനീകരണ മുന്നറിയിപ്പ് GCC രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുവരെ 4 തവണ ഈ ബുഷഹർ
നിലയത്തിന് നേരെ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം ആക്രമണം നടത്തിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത് പുക പടർന്നാൽ അത് പേർഷ്യൻ കടലിടുക്കിന് മറുഭാഗത്തുള്ള സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ജനജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. കാരണം ഇറാന്റെ ഈ ബുഷഹറിന്റെ പരിസരത്തുള്ള രാജ്യങ്ങളാണ് ഇത്. ഈ കാറ്റിൻ്റെയൊക്കെ ഗതി വെച്ച് നോക്കിയാൽ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കിയാൽ ടെഹ്റാനേക്കാൾ വേഗത്തിൽ ഈ ആണവ വികിരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തും എന്ന അതീവ ഗൗരവതരമായ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് നിർണായകമാണല്ലോ വിനോദ്. കാരണം ഗൾഫ് മേഖല ഇപ്പോൾ തന്നെ അശാന്തിയിലാണ്. വലിയ ആക്രമണങ്ങൾ ഗൾഫ് മേഖലകൾക്ക് നേരെയുണ്ട്. അതിനിടയിലാണ് ആണവ വികിരണ ഭീഷണി. അത് വലിയ പ്രശ്നങ്ങൾ ലോകക്രമത്തിലുണ്ടാക്കും. രഞ്ജിത്ത്, തീർച്ചയായും ഇത് തന്നെയാണ് ആദ്യം മുതൽ ആശങ്കപ്പെട്ടിരുന്നൊരു കാര്യം. ഇറാനെ ആക്രമിക്കുമ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മാറി നിന്ന് അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്നു എന്നൊരു സാഹചര്യത്തിൽ അവിടുത്തെ ആണവ നിലയങ്ങളിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നടപടികളോ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇറാനെ മാത്രമായിരിക്കില്ല ബാധിക്കുക എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഈ വായുമാർഗമുള്ള ദൂരദൈർഘ്യം നോക്കുമ്പോൾ ടെഹ്റാനിൽ എത്തുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഈ തീരത്തുള്ള ആണവ കേന്ദ്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ തൊട്ട് അയൽ രാജ്യങ്ങളിലേക്ക് പോകും. കാരണം ആക്രമണം ഇറാനിലാണ് നടത്തുന്നതെങ്കിലും ഇത് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്താൽ ഈ അണുവികിരണം ആദ്യമുണ്ടാകുന്ന രാജ്യങ്ങൾ തൊട്ടടുത്ത രാജ്യങ്ങളാണ്. ബഹ്റൈനിലേക്ക് ഇത് പടരും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ കുവൈറ്റ്, ഖത്തർ, UAE തുടങ്ങി പല രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ ആണവ വികിരണം ഉണ്ടാകും. യുദ്ധമായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലേക്ക് പടരുന്ന ഇത്തരം വസ്തുക്കൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് സാധാരണ നിലയിൽ അന്തരീക്ഷത്തിൽ പടർന്നാൽ ആ കാറ്റിനനുസരിച്ച് അത് സഞ്ചരിക്കും. ഇറാൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഇറാൻ തീരത്തുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ബുഷഹർ ഈ ആണവ നിലയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ തീരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തുറമുഖവുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്ത് നിൽക്കുന്നത് സമീപ രാജ്യങ്ങളാണ്. ഈ പേർഷ്യൻ കടലിടുക്കിൻ്റെ അപ്പുറവും ഇപ്പുറവുമായാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ അപ്പാടെ പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്ക് പോകും. അവിടെയാണ് ഇറാൻ ഈ അമേരിക്കയ്ക്ക് കുഴലൂതുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സഹായം ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു താക്കീതാണ്, മുന്നറിയിപ്പാണ്. നശിച്ചാൽ എല്ലാ പേരും ഒരുമിച്ച് നശിക്കും എന്നൊരു കാര്യം ഇറാൻ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് ഇത്തരം ആണവ കേന്ദ്രങ്ങളിൽ, നമുക്കറിയാം നഥാൻ ആണവ കേന്ദ്രത്തിൽ ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേലിലെ പല കേന്ദ്രങ്ങളിലേക്കും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഈ നഥാൻ ആക്രമിച്ചതോടുകൂടി തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ആ സമയത്ത് തന്നെ പരിശോധന നടത്തി അപകടമില്ല എന്നൊരു കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ബുഷഹറിലേക്കൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ അടുത്ത നിമിഷം യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വലിയ ആക്രമണങ്ങൾ നടക്കും, ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ആക്രമിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഇത് ഇറാനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല. അവിടെയാണ് GCC രാജ്യങ്ങൾ ശത്രുതാ മനോഭാവത്തോട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കുമ്പോൾ തങ്ങൾക്ക് കൂടി ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകും എന്ന കാര്യം തിരിച്ചറിയേണ്ടത്. മാത്രമല്ല തീവ്രവാദത്തിനെതിരെയുള്ള, രഞ്ജിത്ത് പല തവണയായി നമ്മൾ പറയുന്നതാണ്, തീവ്രവാദത്തിന് എതിരെയുള്ള ഒരു പോരാട്ടം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന യുദ്ധം പിന്നീട് കാണുന്നത് ഹോർമൂസിൻ്റെ അവകാശവാദത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അവിടെ സമ്പത്ത് പങ്കിടുന്ന ഒരു ധാരണയിലേക്ക് ഇറാൻ എത്തണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഹോർമൂസിൻ്റെ നിയന്ത്രണമാണ് ആത്യന്തികമായി ട്രംപ് UAE അടക്കം മുന്നറിയിപ്പുകൾ നൽകിയ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. UAE ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട പശ്ചാത്തലമില്ല. ആകാശത്ത് നിന്ന് എന്തെങ്കിലും വീണാൽ അടുത്ത് പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി UAE നൽകുന്ന സാഹചര്യമുണ്ട്. സുരക്ഷാ സ്ഥാനങ്ങളിൽ ജനങ്ങൾ തുടരണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ചാനലുകൾ വഴി ലഭിക്കുന്ന മുന്നറിയിപ്പുകളെ മാത്രം ജനം വിശ്വസിക്കാവൂ, മറ്റു തരത്തിലുള്ള പ്രചരണങ്ങളെ വിശ്വസിക്കരുത് എന്ന് പറയുന്നു. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ 999 എന്ന നമ്പറിൽ അറിയിക്കണം എന്നും ഇപ്പോൾ UAE മുന്നറിയിപ്പുണ്ട്. ഇന്നലെയൊക്കെ UAE പല മേഖലകളിലും ആക്രമണമുണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. ജനങ്ങൾ ഭീതിയിലുള്ള പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഈ മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസമാണ് 48 മണിക്കൂറിനകം US സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ നരകം പെയ്തിറങ്ങുമെന്ന
ട്രംപിൻ്റെ മുന്നറിയിപ്പ് വന്നത്. ഇറാനുള്ള അന്ത്യശാസനം ട്രംപിൻ്റെ അന്ത്യശാസനം നാളെ അവസാനിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഹോർമുസ് തുറക്കാൻ ഇറാൻ നീട്ടി നൽകിയ സമയപരിധി നാളെ അവസാനിക്കാതിരിക്കുകയാണ് ഈ മുന്നറിയിപ്പുമായി ട്രംപ് വീണ്ടും വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഇറാൻ വിടുവിച്ചിട്ട US വിമാനവുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേടിൻ്റെ പടുകുഴിയിലാണ് അമേരിക്ക എന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ട്രംപിൻ്റെ മുന്നറിയിപ്പ് വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീണ്ടും ട്രംപ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇതിനു മുൻപും യുദ്ധം നിർത്തും അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാകും, ഇറാനെ തീർക്കും എന്നൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ അതൊന്നും സാധിക്കാത്ത പശ്ചാത്തലം പ്രധാനമാണ്. രഞ്ജിത്ത്, തീർച്ചയായും 48 മണിക്കൂർ അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ട്രംപിൻ്റെ അന്ത്യശാസനമാണ്. ഈ അന്ത്യശാസനം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പല അന്ത്യശാസനങ്ങളായി. ഒരു അന്ത്യശാസനം കഴിയുമ്പോൾ വീണ്ടും അന്ത്യശാസനം പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ പല മുന്നറിയിപ്പുകൾ കഴിഞ്ഞു, പല ഭീഷണികൾ കഴിഞ്ഞു. ഏതായിരുന്നാലും ഇറാൻ മുട്ടുമടക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ നിമിഷം വരെ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസം ചില ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഇറാൻ്റെ പ്രതിനിധികൾ നേരിട്ട് പങ്കെടുത്തില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് ഇറാൻ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യുദ്ധം ആരംഭിച്ചത് അമേരിക്കയും ഇസ്രയേലുമാണ്. അതുകൊണ്ട് അവർ ആ യുദ്ധം അവസാനിപ്പിക്കട്ടെ എന്ന കാര്യമാണ്. ഉപാധികൾ അംഗീകരിക്കുന്ന നിലയിലേക്ക് ഇതുവരെ ഇറാൻ എത്തിയിട്ടില്ല. കാരണം 15 ഉപാധികളാണ് പ്രധാനമായും ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരണം അത് ഉപേക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഹോർമുസിൻ്റെ അധികാരം പങ്കിടുക, അങ്ങനെ പല കാര്യങ്ങളാണ്. യുറേനിയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഊർജ്ജാവശ്യത്തിന് വേണ്ടിയെന്നുള്ള കാര്യം ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതുവരെ ഇറാൻ ആണവശേഷി ആയിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെ ആകുമെന്ന ആശങ്കയാണ് അമേരിക്കയും ഇസ്രയേലും പങ്കുവെക്കുന്നത്. ഏതായിരുന്നാലും അമേരിക്കയുടെ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് തുർക്കി ഉൾപ്പെടെയുള്ള ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് വലിയ പാളിച്ചകൾ ഉണ്ടായി എന്ന വിലയിരുത്തലുണ്ട്. ഈ യുദ്ധം കൊണ്ടുപോകാനും കൊണ്ടുപോകാതിരിക്കാനും കഴിയാത്ത തരത്തിലേക്ക് അവർ വന്നുപെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ചാടിപ്പുറപ്പെട്ടു എന്ന വിലയിരുത്തൽ അമേരിക്കയിലെ വലിയൊരു വിഭാഗം ജനതയ്ക്കുണ്ട്. മാത്രമല്ല അമേരിക്ക ആകട്ടെ അവിടെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇതിനിടയിൽ തല ഉയർത്തുന്നുണ്ട്. റാൻഡി ജോർജ് അവരുടെ സേനയുടെ തലവനാണ്, അവരുടെ ആർമി ചീഫാണ്. ആർമി ചീഫിനെ ഒഴിവാക്കുകയാണ്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധമുഖത്ത് ആർമിയുടെ ചീഫിനെ മാറ്റുന്ന ചരിത്രം അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. ഇത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. 9ഓളം സൈന്യത്തിലും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള പ്രധാനപ്പെട്ട ആളുകളെ ട്രംപ് മാറ്റിക്കൊണ്ടുള്ള നടപടികൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു. ഇത് തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അമേരിക്കയിൽ വഴിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും. പക്ഷേ ഈ ട്രംപിൻ്റെ ഇത്തരം ആഹ്വാനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇറാൻ പൂർണ്ണമായും തള്ളുന്ന പശ്ചാത്തലം ഉണ്ടാകുകയാണ്. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുമെന്ന് ഇറാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും യുദ്ധത്തിന് ശാശ്വതമായ ഒരു അന്ത്യമാണ് ആവശ്യമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പാകിസ്ഥാനൊക്കെ മധ്യസ്ഥത വഹിച്ച് ചർച്ചകൾക്ക് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഈ സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായത് ഇതിനാലാണ് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറയുകയാണ്. അതായത് കൃത്യമായ ധാരണകൾ വേണം, കൃത്യമായ ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രം ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാകാം എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. മധ്യസ്ഥ ചർച്ചകൾക്കായി ഇതിനിടെ തുർക്കിയും ഈജിപ്തും ശ്രമം ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ വെച്ച് ഇറാൻ താല്പര്യമില്ല എങ്കിൽ ദോഹയിലോ ഇസ്താംബൂളിലോ വെച്ചൊക്കെ ചർച്ച നടത്താം എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇതിനിടയിൽ ഹോർമുസിലൂടെ അവശ്യവസ്തുക്കളും മാനുഷിക സഹായവും വഹിച്ചുള്ള കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നും ഇറാൻ്റെ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ട്. പാകിസ്ഥാനിൽ നടന്ന സൗദി, തുർക്കി, ഈജിപ്ത് ഒക്കെ പങ്കെടുത്ത ചർച്ചകളിൽ നിന്നാണ് ഇറാൻ വിട്ടുനിൽക്കുകയും മറ്റും ചെയ്തത്. അതായത് ഇറാൻ പറയുന്നത് ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണ്, ഞങ്ങളല്ല യുദ്ധം ആരംഭിച്ചത്, പക്ഷേ ഞങ്ങൾക്ക് സമാധാനത്തിനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാകണമെങ്കിൽ വളരെ കൃത്യമായ ഉറപ്പുകൾ ഞങ്ങൾക്ക് ലഭിക്കണം, അത് ശാശ്വതമാവുകയും വേണം എന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിനിടയിലാണ് ഈ ട്രംപിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭീഷണികൾ ഇറാന് നേരെ ഉണ്ടാവുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഇറാനുമായുള്ള യുദ്ധം 1 മാസം പിന്നിട്ടിരിക്കെ US സൈന്യത്തിലും പോര് കനക്കുന്നു എന്നുള്ളതാണ്. ജനറൽ റാൻഡി ജോർജിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പുറത്താക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. കാലാവധി പൂർത്തിയാക്കാൻ 1 വർഷം കൂടി ശേഷിക്കെയാണ് ജോർജിനോട് ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യമുണ്ടാകുന്നത്.
സൈന്യത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രെയിനിങ് കമാൻഡിംഗ് നേതൃത്വം നൽകുന്ന ജനറൽ ഡേവിഡ് ഹോട്ട്സനെയും സേനാ ജനറൽ വില്യം ഗ്രീൻ ജൂനിയറെയും പുറത്താക്കി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. യുദ്ധം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹെക്സത്തും സൈനിക നേതൃത്വവും തമ്മിലുള്ള ഭിന്നതയാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് വളരെ പ്രധാനപ്പെട്ട ആളുകളും പുറത്താകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബ്ബാർഡും ഒരുപക്ഷെ ഉടൻ തെറിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇതിനിടെ മറ്റൊരു സർവേ കൂടി അമേരിക്കയിൽ നടന്നു. അതിൽ അമേരിക്കയിൽ ഇപ്പോൾ ഗാലനിന് $4 പെട്രോൾ വില കടന്നിരിക്കുന്നത്. ഈ യുദ്ധം ആരംഭിച്ച ശേഷമാണ് ഈ പെട്രോൾ വില ഇത്രയധികം വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ടായത്. അത് ട്രംപിനെതിരെ ജനം തിരിയാനുള്ള വലിയൊരു സംഗതിയായി മാറിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി വോട്ടർമാർ പോലും ട്രംപിനെതിരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് വിവരം. സർവനാശം വിതയ്ക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വോട്ടർമാർ പോലും പറയുന്നത്. അസോസിയേറ്റഡ് പ്രസ്സും നോർക്ക് സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് റിസർച്ചും നടത്തിയ സർവേ പ്രകാരമാണ് ഭൂരിഭാഗം അമേരിക്കക്കാരും ഇറാനിലെ യുദ്ധം പരിധി വിട്ടുപോയതായി കരുതുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി വോട്ടർമാർ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിലെ ഈ പുതിയ സൈന്യ നീക്കത്തിൽ അസംതൃപ്തരാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പുതിയ യുദ്ധങ്ങൾ തുടങ്ങിയില്ലെന്ന ട്രംപിന്റെ വാഗ്ദാനം വിശ്വസിച്ചാണ് പലരും ട്രംപിന് വോട്ട് ചെയ്തത് എന്നും, പക്ഷേ ഈ യുദ്ധം അവരുടെ വിശ്വാസം, ട്രംപുമായി ബന്ധപ്പെട്ട വിശ്വാസം കെടുത്തി എന്നും ഈ സർവേകളിൽ തെളിയുന്നുണ്ട്. ഇതിനിടെ ബഹ്റിൻ തീരത്ത് ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന വിവരങ്ങൾ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിടുന്നുണ്ട്. ഖലീഫ് ബിൻ സൽമാൻ തുറമുഖത്തിന് സമീപത്ത് വെച്ച് MSSC ഇഷൈക്ക എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാന്റെ ആക്രമണത്തിൽ ബഹ്റിനിൽ 4 പേർക്ക് പരിക്കേറ്റു. UAE ഗ്യാസ് കോംപ്ലക്സിന് സമീപത്തുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരു ഈജിപ്ഷ്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ഡ്രോണേറ്റ് കെട്ടിടത്തിന് തീപിടിച്ചു. ഇറാനിലെ ഡ്രോൺ നിർവീര്യമാക്കുന്നതിന്റെ അവശിഷ്ടം വീണ് US ടെക് സ്ഥാപനമായ ഒറാക്കിളിന്റെ ദുബായിലെ കെട്ടിടത്തിന് കേടുപറ്റി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന് US-ലെ 17ഓളം കമ്പനികളെ ആക്രമിക്കും, അമേരിക്കയ്ക്ക് സഹായം നൽകുന്ന അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നാണ്. ഇതിപ്പോൾ ഒറാക്കിളിന്റെ ഓഫീസൊക്കെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ ഗതി മാറുകയാണ്. വിനോദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ആദ്യം തന്നെ ഇറാൻ പറഞ്ഞിരുന്നതാണ്, ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലുള്ള വ്യവസായ കേന്ദ്രങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഒറാക്കിളിന് നേരെയുള്ള ആക്രമണത്തെയും കാണേണ്ടത്. മറ്റ് IT ഹബ്ബുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്കെതിരെ, അതോടൊപ്പം തന്നെ അലുമിനിയം പ്ലാന്റുകൾ, മറ്റ് ഈ ഇന്ധന ഉൽപ്പാദന റിഫൈനറി പോലുള്ള കേന്ദ്രങ്ങൾ, അത് മറ്റ് വിദേശ നിക്ഷേപമുള്ള കേന്ദ്രങ്ങളിലേക്കാണ് കൂടുതലായും ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം തിരിഞ്ഞിട്ടുള്ളത്. അത് ഇറാനെ ആക്രമിക്കുന്നു, അവിടുത്തെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ തിരിച്ചടി ശക്തമാകുക. അമേരിക്ക ഏത് രീതിയിലാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഇറാൻ എന്നത് വളരെ വ്യക്തമാണ്. പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന ഒരു നയത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. മാത്രമല്ല, കരയുദ്ധത്തിന് മുതിർന്നാൽ ഏതാണ്ട് 8 ലക്ഷം പടയാളികൾ ഈ കരയുദ്ധത്തെ നേരിടും, ഇറാനിന് വേണ്ടി പോരാടാനുണ്ടാകുമെന്ന അറിയിപ്പ് ഇതിനകം തന്നെ IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ അരഗാച്ചി, അവരുടെ വിദേശകാര്യമന്ത്രി, മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അവർ അമേരിക്കയിലെ ജനതയ്ക്ക് പോലും പിന്തുണ അറിയിക്കുകയാണ്. ട്രംപിൻ്റെ നയങ്ങളെയാണ് ഇറാൻ വിമർശിക്കുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിന് കാരണം അമേരിക്കയിലെ ജനതയിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ഈ യുദ്ധത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി നിരീക്ഷിക്കേണ്ടി വരും രഞ്ജിത്ത്. കാരണം ഇതിൽ മൊസാദ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ CIAയ്ക്കൊക്കെ അടിമുടി പിഴച്ചു എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഇറാനിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ ശേഖരണത്തിൽ അവർക്ക് പാളി എന്നത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ ഭാഗത്ത് എത്രമാത്രം ആയുധശേഷിയുണ്ട്, അവരുടെ യുദ്ധതന്ത്രങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഏതറ്റം വരെ പോകാൻ കഴിയും, ഇതെല്ലാം വിലയിരുത്തുന്നതിൽ ഇങ്ങനെയുള്ള ഏജൻസികൾ പരാജയപ്പെട്ടു എന്നത് തന്നെയാണ്. US സൈന്യത്തിൻ്റെ തലപ്പത്ത് ഇങ്ങനെ നടക്കുന്ന മാറ്റങ്ങൾക്ക് അതുകൂടി കാരണമായിട്ടുണ്ട്. അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. പല കാരണങ്ങൾ പറയുന്നുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നു എന്നത് ഒരു ആക്ഷേപമായി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. റണ്ടി ജോർജിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ട്രംപ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അതാണ്, കാലതാമസം ഉണ്ടാകുന്നു എന്നതാണ്. പക്ഷേ മറ്റു വിവരങ്ങൾ വരുന്നത് ഇത്തരത്തിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ വലിയ വീഴ്ച മാത്രമല്ല, യുവ സൈനികർ അമേരിക്കയിൽ നിരാശരാണ്. അവർ വിഷാദരോഗത്തിലേക്ക് വഴിപ്പെടുന്നു. ഇത് അനാവശ്യ യുദ്ധമാണെന്ന ഒരു ചിന്ത അമേരിക്കയിലെ യുവ സൈനികർക്കിടയിൽ വ്യാപിക്കുന്നതായി അവിടുത്തെ ഡാൻസ് ബാറിലെ ഒരു നർത്തകി തന്നെ വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പലരും മദ്യത്തിലും മറ്റ് ലഹരി വസ്തുക്കളിലേക്കും അവരുടെ ശ്രദ്ധ തിരിയുന്നു, അല്ലെങ്കിൽ ജീവിതം ആ വഴിക്ക് തിരിയുന്നു. സൈനിക
സൈനികർ വളരെ നിരാശരാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അമേരിക്കയിൽ ഒരു ഭാഗത്തു നിന്ന് വരുന്നു. മറ്റൊന്ന്, ഈ ഇറാൻ്റെ നാവികശേഷിയും ആണവശേഷിയും മറ്റ് മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ മജീദ് മിസൈൽ അത് വ്യോമവേധ മിസൈലാണ്. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് എത്രമാത്രം ധാരണ ഉണ്ടായിരുന്നു എന്നതിൽ വളരെ വ്യക്തതയില്ല. ഈ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളുടെ ചൂട് ആകർഷിക്കപ്പെട്ട് ആ വിമാനങ്ങളെ ലക്ഷ്യം വെച്ച് കൃത്യമായി ഭേദിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ വ്യാപിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ലഭിച്ചു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായും വിനോദ്, അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇതിനിടയിൽ ഇന്ത്യക്ക് ചില അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണം തുടരുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇതുവരെ ഇന്ത്യയിലെത്തിയത് 8 കപ്പലുകൾ. അതായത് ഇന്ത്യൻ കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ ഹോർമുസ് കടലിൽ കടന്നിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഇറാൻ ഇളവ് നൽകിയ പശ്ചാത്തലത്തിൽ ഈ പാതയിലൂടെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ കടത്തിവിടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമായി കൂടി കാണുന്നുണ്ട്. ലോകത്തിലെ എണ്ണ വാതക വ്യാപാരത്തിൻ്റെ 5-1 കടന്നു പോകുന്ന ഈ പാത ഇറാൻ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നയതന്ത്ര ചർച്ചയിലൂടെ നമ്മൾ ഇറാനുമായി സംസാരിച്ച് കപ്പലുകൾ സുരക്ഷിതമായി ഹോർമുസ് കടന്നത്. ഏറ്റവും ഒടുവിലായി ഗ്രീൻ സാൻവി എന്ന LPG ടാങ്കർ ഹോർമുസ് കടലിൽ കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇതിനു മുൻപ് ശിവാലിക്, നന്ദാദേവി, ജഗ്ലാട്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW10, BW എലം തുടങ്ങിയ കപ്പലുകൾ ഈ പാതയിലൂടെ സുരക്ഷിതമായി കടന്നുപോയിരുന്നു. വരും ദിവസങ്ങളിൽ ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നീ 2 കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നിലവിൽ 15-ലധികം, നമ്മളിപ്പോഴും മനസ്സിലാക്കണം, 15-ലധികം കപ്പലുകൾ ഇപ്പോഴും ഹോർമുസിൽ ഇന്ത്യൻ പതാക വഹിച്ചവ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 485ഓളം ഇന്ത്യൻ നാവികരും ഈ മേഖലയിൽ ഉണ്ട് എന്ന് വിദേശകാര്യമന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 94,000 ടൺ LPG വഹിച്ചുകൊണ്ട് കടന്നുപോയ ചില കപ്പലുകളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും ഈ കപ്പലുകളും കടത്തിവിടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടെ വളരെ ആശ്വാസകരമായ, അഭിമാനകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2025-26 കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,424 കോടിയാണ്. അത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ രേഖകൾ വ്യക്തമാക്കുന്ന കണക്കാണിത്. 2016-17 കാലത്തെ അപേക്ഷിച്ച് 25 മടങ്ങ് വർധനവ് നമ്മുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് പ്രതിരോധ കയറ്റുമതി കേവലം 1,522 കോടി മാത്രമായിരുന്നു 2016-17 കാലയളവിൽ. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ഇന്ത്യ നിലയുറപ്പിക്കുകയും കരുത്ത് തെളിയിക്കുകയുമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോവിഡ് കാലത്ത് 8,435 കോടി മാത്രമായിരുന്നു നമ്മുടെ കയറ്റുമതി എന്നതുകൂടി ഓർക്കണം. ഇതിൽ ഏറ്റവും പ്രധാനം 60%-ലേറെ ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി 3 രാജ്യങ്ങളിലേക്കാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തത് മ്യാൻമാർ എന്ന വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. 28% മ്യാൻമാറാണ്. തൊട്ടുപിന്നിൽ ഫിലിപ്പൈൻസാണ്. അതിന് പിന്നിലുള്ളത് അർമേനിയ. ഇത്തരത്തിലുള്ള 3 പ്രധാന രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏറ്റവും കൂടുതൽ കയറ്റുമതി പോകുന്നത് നമ്മുടെ കപ്പലുകളാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. പിന്നെ വരുന്നത് ആർട്ടിലറി സിസ്റ്റംസ്, മിസൈലുകൾ, സെൻസറുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, എയർക്രാഫ്റ്റ്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ അതിൻ്റെ തൊട്ട് പുറകെ ഇങ്ങനെ വരും. അതായത് കപ്പലുകളുടെ കയറ്റുമതിയിലാണ് ഇന്ത്യക്ക് വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത്. ഭാവിയിൽ ഇന്ത്യ എപ്പോഴെങ്കിലും ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ കൊൽക്കത്ത ആക്രമിച്ച് തിരിച്ചടിക്കുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇത്തരത്തിൽ ഒരു അർത്ഥശൂന്യമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സിയാൽകോട്ടിൽ ഇയാൾ പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ചില വർത്തമാനങ്ങൾ പറഞ്ഞത്. ഇന്ത്യൻ കസ്റ്റഡിയിലുള്ള പാക് സ്വദേശികളുടെയോ അവരുടെ തന്നെ ആളുകളുടെയോ മൃതശരീരങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച ശേഷം അവർ ഭീകരരായിരുന്നുവെന്ന് പ്രചാരണം നടത്തുകയാണ് ഇന്ത്യ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെ തുടർന്ന് ഒരു വ്യാജ ഓപ്പറേഷൻ ഇന്ത്യ നടത്താൻ പദ്ധതിയിടുന്നുവെന്നും ഇയാൾ പറയുകയാണ്. വെറും വാചകവടി മാത്രമാണ്. നമുക്കറിയാം, ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ അപമാനം സംഭവിച്ചിരിക്കുന്ന പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ ഇത്തരം ഇന്ത്യക്കെതിരെയുള്ള വെറും അർത്ഥശൂന്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുക പതിവാണ്. ഈ ആരോപണത്തെ സാധൂകരിക്ക് തെളിവുകളൊന്നും പുറത്തുവിടാൻ ഇയാൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ത്യയുടെ ഏത് ആക്രമണത്തിനും പാകിസ്ഥാന്റെ പ്രതികരണം വേഗതയേറിയതും നിയന്ത്രിതവും നിർണായകവുമായിരിക്കുമെന്നും ഖ്വാജ ആസിഫ് പറയുന്ന പശ്ചാത്തലം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ വാചകമടിയിലൂടെ ആയിരുന്നു ഇയാളുടെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.
ഇതിനിടയിൽ പാകിസ്ഥാൻ സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അവിടെ ഇന്ധനവില 42% ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 42% വില ഉയരുന്നു. 458 പാകിസ്ഥാൻ രൂപ കൊടുക്കണം ലിറ്ററിന്. ഒരു ലിറ്റർ ഇന്ധനം കിട്ടണമെങ്കിൽ എന്നുള്ളത് ഏറെ ഗൗരവതരമായ ഒരു സംഗതിയായി മാറുന്നു. ഇതേ തുടർന്ന് പാക് സർക്കാരിനെതിരെ വലിയ ജനവികാരം ശക്തമായിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ബുദ്ധിമുട്ടേറിയ സമയത്ത് സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യവുമായി മുൻ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി രംഗത്ത് വന്നിരിക്കുന്നത്. ജനം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണെന്നും അഫ്രീദി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കുകയാണ്. ലോകമാകെ വലിയ ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് പാകിസ്ഥാൻ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നായിരുന്നു അഫ്രീദിയുടെ വാചകമടി. പക്ഷേ ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അഫ്രീദിക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനം, ഈ വീഡിയോയുടെ താഴെ ഇയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ കമൻറ്റുകളും മറ്റും ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാതെ അഫ്രീദി സർക്കാരിനൊപ്പം നിൽക്കുകയാണ് എന്ന വിമർശനമാണ് പാകിസ്ഥാനിൽ ഉയരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 42.7% പെട്രോളിന് വില കൂടി, ഡീസലിന് 54% വില കൂടിയ ഒരു രാജ്യത്താണ് അവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാർ പ്രതിസന്ധി നേരിടുമ്പോഴാണ് അഫ്രീദിയെ പോലെയുള്ള ഒരു ധനാഢ്യൻ ഇത്തരം പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ സാധാരണക്കാരെ അസ്വസ്ഥരാക്കുന്നത്. നമുക്ക് തമിഴ്നാട്ടിലേക്കൊന്ന് പോകണം. അവിടെ പുതിയ 1-2 സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതനുസരിച്ച് നേരത്തെ വന്ന സർവേ ഫലങ്ങൾക്ക് അനുസൃതമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം വൻ വിജയം നേടുമെന്നാണ് പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 2 പ്രമുഖ സർവേകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി AK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് അനുകൂല വിധി ആണ് പ്രവചിക്കുന്നത്. ലോക് പോൾ എന്ന ഏജൻസിയുടെ സർവേ പ്രകാരം 234 മണ്ഡലങ്ങളിൽ 181 മുതൽ 189 വരെ സീറ്റുകൾ നേടി ഏതാണ്ട് 2/3 ഭൂരിപക്ഷത്തോടുകൂടി DMK സഖ്യം അധികാരത്തിൽ വരും എന്നുള്ളതാണ്. 40% മുകളിൽ വോട്ടുകൾ DMK സഖ്യം സ്വന്തമാക്കും എന്ന് ഈ സർവേ പറയുന്നു. മാർച്ച് 1 മുതൽ ഏപ്രിൽ 1 വരെ നടത്തിയ സർവേയുടെ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് AIDMK നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് കേവലം 38 മുതൽ 42 വരെ സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ്. 29% വോട്ടുകൾ മാത്രമാണ് ലഭിക്കുക. തമിഴ്നാട് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. അത് TVK, അതായത് നമ്മുടെ നടൻ വിജയുടെ പാർട്ടി എന്ത് നേട്ടമുണ്ടാക്കുമെന്നുള്ളതാണ്. കേവലം 8 മുതൽ 10 വരെ സീറ്റുകളും 23% വോട്ടും TVK നേടും എന്നാണ് ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും DMKയ്ക്ക് ആശ്വസിക്കാം. വീണ്ടും തുടർച്ചയായി അവർ അധികാരത്തിലേക്ക് വരികയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം.
വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ച. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് കാണാനുള്ള അവസരം മുഖ്യമന്ത്രി നിഷേധിച്ചുവെന്ന് നടൻ പ്രേംകുമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണാൻ സമയമില്ലെന്ന മറുപടിയാണ് കിട്ടിയത്. അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് പുറത്തു പോകേണ്ടി വന്നത്. സഹപ്രവർത്തകരോട് യാത്ര പറയാനുള്ള അവസരം പോലും തന്നില്ല. കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകൾ വന്നതോടെയാണ് അനുനയത്തിനായി പാർട്ടി വന്നത്. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് എന്ന് പ്രേംകുമാർ പറയുന്ന പശ്ചാത്തലമുണ്ടായി. മറ്റൊന്ന്, പ്രേംകുമാർ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് താൻ ആശാ വർക്കറുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിച്ച് സംസാരിച്ചത് കാരണമാണ് തന്നെ മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പ്രേംകുമാർ ആരോപിക്കുന്നത്. അപ്പോഴും താങ്കളെ മാറ്റും എന്നുള്ള വാർത്തകൾ അല്ല, ഇത് അപ്പോഴില്ലാന്ന് പറയല്ലേ, ഇങ്ങനൊരു സംഭവം ഇല്ലാന്ന് പറയുന്നു. വാർത്തകൾ വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുമ്പോഴും ഒന്നുമല്ല. അപ്പോൾ ഇവർ ഈ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, മന്ത്രി നേരിട്ട് സജി ചെറിയാൻ നേരിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ മിനിസ്റ്ററുടെ ഓഫീസിൽ സംസാരിച്ചു, മിനിസ്റ്ററോട് കാണുമ്പോഴും അത് ഒന്നും അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഇത് പറയുന്നില്ല. അല്ല, മന്ത്രി നേരിട്ട് താങ്കളോട് സംസാരിച്ചപ്പോൾ ഇല്ല, അങ്ങനെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ താങ്കളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഒരു നൽകിയിരുന്നു. കൃത്യമായി അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വീണ്ടും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മളെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ നമ്മുടെ ആ ഒരു സ്ഥാനത്ത് അവർ കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ വീണ്ടും വാർത്തകൾ വരുമ്പോൾ ഇത് വീണ്ടും വ്യക്തത വരാത്തൊരവസ്ഥയിൽ ഇതെനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. കാര്യം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക വാർത്തകൾ. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടും ചില ശ്രമങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയോട് ഇതിനൊരു കാര്യം, എനിക്ക് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് കൃത്യമാണ് എനിക്ക് ഇത് കിട്ടുന്നില്ല. മാറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അത് പറയുന്നുണ്ടെങ്കിലും വാർത്തകൾ വരുന്നു. അപ്പോൾ വാർത്തകൾ വരുന്ന ആൾക്കാരോട് ഞാൻ ചില ആൾക്കാർ എനിക്ക് സൗഹൃദമുള്ളവരോട് ചോദിക്കുമ്പോൾ അല്ലാതെ അങ്ങനെ കൃത്യമായിട്ടുള്ള വാർത്തയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്കതൊരു ആകെ കൺഫ്യൂഷനായി. ഞാൻ CM-ൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ നോക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമം നടത്തി. 1-2 പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചിട്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. കാണാനുള്ള ഒരു ഇത് പല കാരണങ്ങളാൽ എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിൽ ഇരിക്കുന്നയാളാണ്. സ്ഥിരം നിയമനം അല്ലെങ്കിൽ കൂടി താങ്കളാണ് അതിന്റെ ചുമതലയിലാണല്ലോ, 1 വർഷമായിട്ട് ഉണ്ടായിരുന്നയാളാണ്. അങ്ങനെ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവിടെ എന്തോ എനിക്കത് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്ന വാക്ക് തന്നെ ഞാനോട് ഉപയോഗിക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ PS ആയിട്ടുള്ള നമ്മുടെ മുൻ MLA കൂടിയായിരുന്ന പ്രദീപ് കുമാർ, അദ്ദേഹം എൻ്റെ നല്ലൊരു സൗഹൃദമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ പല തവണ ഫോണിൽ വിളിക്കുന്നു, അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, തിരിച്ചെന്നെ വിളിക്കുന്നുമില്ല. അപ്പോൾ എനിക്കെന്തോ അതിനകത്തൊരു സ്വാഭാവികത തോന്നി എന്നുള്ള സത്യമാണ്. പിന്നീടാണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം, ഇതിൻ്റെ ഇടയിൽ അത് നടക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം വരുന്നതിൻ്റെ തലേ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നത് ഇങ്ങനെ എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് അവാർഡ് പ്രഖ്യാപനം മാറ്റിവെച്ചിരുന്നു അല്ലേ? അങ്ങനെ അതിനുശേഷമാണ് ഈ പിറ്റേ ദിവസം അവാർഡ് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന അവാർഡ് അത് 1-ാം തീയതി, നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് പിന്നീട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നത് 3-ാം തീയതിയിലേക്ക് മാറ്റി, അത് തൃശ്ശൂരിലേക്ക് മാറ്റി. ഇതിനിടയിൽ പുതിയ ഒരു ചെയർമാൻ വരുന്നു. അപ്പോൾ ഇവിടെയുള്ള വിഷയം, എൻ്റെ വിഷയമെന്ന് പറയുന്നത് എന്നെ മാറ്റിയ വിവരം അറിയിച്ചില്ല, പുതിയൊരു ചെയർമാൻ വരുന്ന വിവരം അറിയിച്ചില്ല. എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിയുടെ ഓഫീസും താങ്കൾക്ക് ഇതിനെ പറ്റി ഒരു വ്യക്തത തന്നില്ല. എനിക്ക് തന്നില്ല. അല്ല, ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ലല്ലോ, അതിനുള്ള അവസരം കിട്ടിയില്ല. പക്ഷേ ഇത് പിന്നീട് എനിക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഇങ്ങനെ മാറ്റിയെന്നുള്ള വാർത്ത കൃത്യമായി വരികയാണ്. പിന്നെ എനിക്ക് ആ ഓഫീസിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തുള്ളൊരു വിഷമം പറ്റിയത്, പിന്നെ എൻ്റെ കൂടെ നിന്ന് സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന കുറേ പേരുണ്ട്. ഈ 2-3 വർഷം എന്നോടൊപ്പം വളരെ ആത്മാർത്ഥമായി നിന്ന് പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവരോടൊരു നന്ദി പറയാൻ പോലുമുള്ള അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു മാന്യമായ ഒരു യാത്രയയപ്പ് നൽകണമെന്നൊന്നും ഞാൻ പറയില്ല. അത്ര ഒരു മികച്ച പ്രവർത്തനമൊന്നും ഇവിടെ കാഴ്ചവെച്ചൊന്നും ഞാൻ സ്വയം അവകാശപ്പെടാറുന്നില്ല. പക്ഷേ പൊതുസമൂഹവും മാധ്യമങ്ങളും സിനിമാ മേഖലയും ഒക്കെ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. വോട്ടെടുപ്പിന് ഇനി 4 നാൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലേക്ക്. 2 ദിവസത്തെ പ്രചാരണ പരിപാടികൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് ബേപ്പൂരിൽ റോഡ് ഷോ അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് വിവരം. ഉച്ചയ്ക്ക് 3 മണിക്ക് കുന്നത്തനാട്ടിലും 6:15 കാട്ടാക്കടയിലും പൊതുയോഗങ്ങളിൽ അമിത്ഷാ സംസാരിക്കും. നാളെ ഇന്ന് രാത്രി 9:30 പ്രവാസി പ്രവർത്തക സംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ രാവിലെ 11 മണിക്ക് ഹരിപ്പാട്ട് റോഡ് ഷോ നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം തിരികെ പോവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളായി ലഭിച്ചിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഇന്ന് കേരളത്തിലുണ്ട്. കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം ഉണ്ടാവുക എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരാശങ്കയുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും വലിയ ഭൂരിപക്ഷത്തോടെ LDF കേരളത്തിൽ അധികാരം ഉറപ്പിക്കും എന്നും ധർമ്മടം മണ്ഡലത്തിലെ മുഴപ്പാലയിൽ നടന്ന റാലിയിൽ പിണറായി പ്രസംഗിച്ചു. മുന്നോട്ട് നീങ്ങിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരാശങ്കയില്ല. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഞങ്ങൾക്കില്ല. തികഞ്ഞ ആത്മവിശ്വാസമാണ്. വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ LDF വിജയിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ അസാന്നിധ്യങ്ങളിൽ ഒന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF മുന്നണിയെ നയിക്കേണ്ടിയിരുന്ന നേതാവിൻ്റെ അഭാവം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും തന്ത്രങ്ങളിലും ആ മുന്നണിക്ക് പ്രകടമാണ് താൻ. കോടിയേരിയുടെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടോടുകൂടി 9 മണി വാർത്ത പൂർത്തിയാകുന്നു. നമസ്കാരം. സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായി ഇത്തവണ CPM-ന് ഏറ്റവും കുറവായി പറയുന്നത് CPM-നെ നയിക്കാൻ, പ്രചരണം നയിക്കാൻ, അവരുടെ അജണ്ടകൾ തീരുമാനിക്കാൻ, രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ ഒറ്റ പേരേ ഉള്ളൂ. അവരുടെ പൊതുയോഗങ്ങളിൽ ക്രൗഡ് പുള്ളർ ഒറ്റ നേതാവേ ഉള്ളൂ. അത് പിണറായി വിജയനാണ്. പക്ഷേ കുറച്ചുനാൾ മുമ്പ് വരെ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ VS അച്യുതാനന്ദൻ പേരിനെങ്കിലും അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജീവിച്ചിരുന്നു. അതിനുമപ്പുറത്തേക്ക് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. CPM-നെ നയിക്കാൻ, മുന്നണിയെ നയിക്കാൻ, രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാൻ പാർട്ടി പലപ്പോഴും പ്രതിരോധത്തിലാകുമ്പോൾ അവിടെ ആ പാർട്ടി അവിടെ നിന്ന് കരകയറ്റാനൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. പക്ഷേ കോടിയേരി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. കോടിയേരിയുടെ അഭാവം എന്ത് എന്ന് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തിരിച്ചറിയുന്ന, പലരും രഹസ്യമായും പരസ്യമായും ഒക്കെ സമ്മതിക്കുന്ന, കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോടിയേരിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായുള്ള മ്യൂസിയത്തിലാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതകാലം ഒക്കെ വളരെ കൃത്യമായി, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലുള്ള ജീവിതകാലം വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ മ്യൂസിയം, കോടിയേരി ബാലകൃഷ്ണൻ ഓരോ തെരഞ്ഞെടുപ്പ് വേളകളിലും എങ്ങനെയാണ് ഇടപെട്ടുന്നത്, അത് സംഘടനയെ സജ്ജമാക്കാൻ, പ്രവർത്തകരെ സംഘടിതരാക്കാൻ, അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ക്രൈസിസ് മാനേജറായി മാറുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. CPM അക്ഷരാർത്ഥത്തിൽ അത്തരം നേതാവിന്റെ അഭാവം ഇപ്പോൾ അറിയുകയാണ്. ഒരുപക്ഷെ CPM കണ്ണൂരിലടക്കം വലിയ സംഘടനാ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലം കൂടിയാണ്. ആ സമയത്താണ് കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് CPM പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒരുപോലെ പറഞ്ഞു പോകുന്നത്. എനിക്കിപ്പോൾ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി കൂടി ചേർന്നു. ബിനീഷ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അച്ഛനെ അവസാന തെരഞ്ഞെടുപ്പിലൊക്കെ കാലത്ത് ബിനീഷ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനു മുമ്പ് എന്താണ് ഈ അച്ഛന്റെ ഓർമ്മ? ഈ വിദ്യാർത്ഥി ബിനീഷ് പഠിക്കുമ്പോഴും അതിനു മുമ്പും ഒക്കെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും? തെരഞ്ഞെടുപ്പ് വലിയ തിരക്ക് പിടിച്ച സമയമാണ്. ഏറ്റവും എല്ലാ തിരക്ക് പിടിച്ച സമയത്തിനേക്കാളും കൂടുതൽ തിരക്കുള്ള ജീവിതത്തിന്റെ ഒരു ശൈലി അല്ലെങ്കിൽ ജീവിതചര്യയൊക്കെ പെട്ടെന്ന് ഒരു കുറച്ച് ദിവസങ്ങളിലേക്ക് മാറുന്ന സമയം കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് കാലം. ഞാൻ അച്ഛൻ്റെ കൂടെ, അച്ഛൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം തൊട്ട് തന്നെ ഞാൻ ബാലസംഘത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു സമയത്ത്, പരിപാടികളിൽ പോകാനൊക്കെ ഇഷ്ടമുള്ള സമയത്തൊക്കെ 90-91 കാലഘട്ടത്തിലെ ഇലക്ഷൻ, അത് KP ഉണ്ണികൃഷ്ണൻ ഇവിടെ വടകരയിൽ കോലീബി സഖ്യം, അതൊക്കെ പിന്നീട് ഒരു രാഷ്ട്രീയമൊക്കെ വായിക്കുന്ന സമയത്തായിരുന്നു ഇതായിരുന്നു അന്നത്തെ രാഷ്ട്രീയം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും അന്നത്തെ ഇലക്ഷനാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇലക്ഷൻ. അച്ഛൻ കാറുകളിൽ പോകുന്നു, ഈ വടകരയിൽ അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഈ കോലീബി സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നീട് അതിനെ ഓരോ സ്ഥലങ്ങളിലും അച്ഛൻ എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള സ്ഥലങ്ങളിലും പോവുമായിരുന്നു. അത് അന്ന് തൊട്ട് ശ്രദ്ധിക്കുന്നില്ല. എല്ലാ ബൂത്ത് അടിസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് ഒരു 10-30 വീടുകളെ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു, ആ വീടുകളിലുള്ള ആളുകളെ അച്ഛൻ ഡയറക്റ്റായിട്ട് പോയി കാണും. സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാളും ഉപരി മത്സരിക്കുന്നതിനെ ഉള്ള സ്ഥാനാർത്ഥി ആയിട്ടിരിക്കുന്നതിനേക്കാളും ഇപ്പം മത്സരിക്കാത്ത സമയത്ത് പോലും എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പം തലശ്ശേരി മാത്രമല്ല മറ്റ് ജില്ലകളിൽ എവിടെയെങ്കിലും മാത്രം പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ഈ താഴെ ഏരിയ കമ്മിറ്റികളിൽ പോലും കോടിയേരിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. ഒരു താഴേക്ക് വെക്കണം, അങ്ങനെ വലിയൊരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം, അല്ലേ? അത് ഏരിയ കമ്മിറ്റി അംഗമെന്നല്ല, ഒരു അനുഭാവികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ പോലും. ഇപ്പം ഞാൻ ഇടുക്കിയിൽ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ പോയ സമയത്ത് അവിടെ നിന്നുള്ള ഒരു സഖാവ് തൊടുപുഴയിൽ ഞാൻ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ തന്നിട്ട് പറഞ്ഞു, ബിനീഷല്ലേ അച്ഛൻ ഈ പറയുന്ന പോലെ ഇലക്ഷൻ സമയത്ത് വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു പാർട്ടി മെമ്പർ, ഞങ്ങൾ പാർട്ടി മെമ്പറൊന്നുമല്ല, ഞങ്ങൾ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ വല്ല എൻ്റെ പേരൊക്കെ ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം രണ്ടാമത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വെച്ച് കണ്ടപ്പോൾ എൻ്റെ പേരെടുത്ത് വിളിച്ചിട്ട് എൻ്റെ ചുമലിൽ കൈവച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു
ഇടപെടേണ്ട രീതി, ഏറ്റവും താഴെയിലുള്ള ആളുകളായിട്ട് നേരിട്ട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന അനുഭാവികളായിട്ട് പാർട്ടിയുടെ കുടുംബങ്ങളിൽ ബന്ധം നിൽക്കുന്ന ആ കുടുംബങ്ങളെടുത്തൊക്കെ അത്രയും ചേർന്നിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്, പാർട്ടി നിങ്ങളെ അത്രയും കാര്യമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് അവരെ ബോധ്യപ്പെടുത്തും. അതൊരു ആളുകൾക്കൊക്കെ എപ്പോഴും വലിയൊരു ഇഷ്ടമുള്ള ഒരു രീതിയായിരുന്നു അച്ഛനെ സംബന്ധിച്ചിടത്തോളം. ക്രൈസിസ് പാർട്ടിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും കോടിയേരി സെക്രട്ടറി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം സെക്രട്ടേറിയറ്റിന്റെ ചുമതലയിലുള്ള സമയത്തുമൊക്കെ തിരുവനന്തപുരം നേതൃത്വത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ ക്രൈസിസ് ഘട്ടങ്ങളിലൊക്കെ പുള്ളിയുടെ ഒരു ഇടപെടൽ, ആ ഒരു ടെൻഷനൊക്കെ കാണിക്കാറുണ്ടോ ശരിക്കും? അത് ഇനി അതൊരു അനധിസാധാരണമായ ഒരു വൈഭവമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇപ്പം നമ്മളൊക്കെ ഇത് പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇത്രയും വലിയ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അയ്യോ ഇത് എങ്ങനെയെന്നൊക്കെ തോന്നുന്ന സമയങ്ങളുണ്ടാവും. പക്ഷെ ഇത്രയും വലിയ സമയത്ത് അച്ഛൻ ഇതൊക്കെ വളരെ ചിരിച്ചുകൊണ്ട്, വളരെ ഒരു ദേഷ്യവും മുഖത്ത് കാണിക്കാത്ത, എല്ലാവരുടെ അടുത്തും അതിന്റെ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച്. അപ്പൊ അച്ഛന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും പറയുന്ന പോലെ തന്നെയുള്ളത്, ആര് വന്ന് പറഞ്ഞാലും കേൾക്കും. ഇപ്പോ അരുണ് പോയിട്ട് അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയുന്നു, അതേ കാര്യം ഞാൻ പോയി പറയുന്നു, അതേ കാര്യം വേറൊരാൾ പോയി പറയുന്നു. ഇതെല്ലാവരും പറയുന്നത് ആദ്യം കേൾക്കുന്നത് പോലെ കേൾക്കും, അല്ലാതെ ഒരു മുഷിവ് കാണിക്കില്ല. ഈ പറയുന്ന പോലെ പിന്നീട് ഉള്ള ഇവിടുത്തെ നമ്മുടെ സഖാക്കളൊക്കെ പറയുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് പറയാന്നിരിക്കട്ടെ, ഇത് കൊടിയേരി സാഹിബ് ഇങ്ങനൊരു സാധനമുണ്ട്, അത് ഓൾറെഡി അച്ഛൻ വേറൊരാൾ വഴി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇയാളെടുത്ത് പെരുന്നെടുത്ത് ഇത് ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ് എന്ന് പറയേയില്ല. അങ്ങനെയാണോ എന്നിട്ട്, കാരണം അവർക്കത് ഫസ്റ്റായിട്ട് അച്ഛനെ അറിയിക്കുന്നു എന്നതിന് വേണ്ടിയിട്ടാണ് അവരത് വിളിക്കുന്നത്. അപ്പോൾ അത് അച്ഛൻ അവരെ ബോധ്യപ്പെടുത്തണം, നിങ്ങൾ അറിയിക്കുന്ന കാര്യം കൃത്യമായിട്ട് എനിക്കത് ആദ്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ അവർ എന്ത് വിഷയങ്ങൾ നാട്ടിൽ നടന്നാലും, എന്ത് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് അപ്പം തന്നെ അച്ഛനെ വിളിച്ചറിയും. അപ്പോൾ എല്ലാ സ്ഥലത്തെയും കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ കൃത്യമായ റീഡിങ്, എങ്ങനെയാണ് ഒരു പൾസ്, നമുക്കൊരു ഇലക്ഷൻ പൾസ് എന്നൊക്കെ പറയും, ഇലക്ഷൻ പൾസൊക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വലിയ പ്രതീക്ഷയിലൊക്കെ അച്ഛൻ അതിനൊരു ഇപ്പം അത് പറയാൻ പാടില്ലെന്ന് എനിക്കറിയില്ല, ഇലക്ഷൻ ഈ പറയുന്ന വലിയ ഭൂരിപക്ഷം നേടുമെന്നൊക്കെ പോയി വന്ന് പറഞ്ഞ ശേഷം ഞാൻ ഒരു ഘട്ടത്തിൽ, ഒരു ഇലക്ഷന്റെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇത്രയും സീറ്റൊന്നും കിട്ടൂല, അതൊക്കെ അവരുടെ കൂടുതലാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു ഇത്രയും സീറ്റേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് അതുപോലെയാണ് സംഭവിച്ചത്.